നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇത് കാണാനിരിക്കുക. ഞാൻ മന്ത്രമൊക്കെ ചൊല്ലിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കച്ചില്ല ചൊല്ലിക്കഴിഞ്ഞാൽ വേറെ അപകടങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് നിർത്തിയത് കേട്ടോ. എന്ന് വെച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്, പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. ഇനി ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ ഇടുക. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി എന്തെങ്കിലും കാര്യം സ്പെഷ്യലായിട്ട് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ടാരോ ദേവി നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ അതെന്താണെന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ കാർഡ് ടെമ്പറൻസ് ആണ്. അപ്പോൾ ജൂപ്പിറ്റർ തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇനി 4 ഓഫ് വാണ്ടാണ്. 4 ഓഫ് പെൻഡക്കൾ കുറച്ച് സ്വാർത്ഥമായ സ്നേഹമാണ്. 5 കപ്പ് അത് കൂടിപ്പോയപ്പോൾ ഒന്നാകുന്നു അല്ലേ, വിരഹം. 2 പെൻഡക്കൾ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ബന്ധമായി മാറി. ഫുൾ കാർഡാണ്, അലഞ്ഞു തിരിയാണ്. അപ്പം നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ മനസ്സിന് സമാധാനമില്ല. 2 കപ്പാണ്, അടികൂടി പ്രണയിക്കുന്നവരാണ്, നല്ല സ്നേഹമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ്. പേജ് ഓഫ് വാണ്ടാണ്, എല്ലാം ശരിയാവും. ഡെവിൾ വന്നു അപ്പോഴേക്കും. അതെന്താ, മറ്റാരെങ്കിലും ഉണ്ടോ ഡെവിൾ എനർജിയിൽ? 6 വാണ്ട, അടിമപ്പെടുത്തുന്ന സ്വഭാവമുണ്ട് അല്ലേ, ഭരിക്കുന്ന സ്വഭാവമുണ്ട്. പേജ് ഓഫ് പെൻഡക്കൾ, എന്നാൽ നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. ആദ്യം തന്നെ വന്നിരിക്കുന്ന ടെമ്പറൻസ് ആണ് അല്ലേ. ടെമ്പറൻസ് പറയുന്നു നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ച കാര്യം മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു എന്ന്. അപ്പോൾ വേറൊരു വിവാഹത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ച ആളാണോ? 2 കുടുംബത്തിലിരുന്നാണ് പ്രണയിക്കുന്നതെങ്കിൽ കൂടെ ഒരാളുണ്ട് എന്നാണ്. ഇല്ലെങ്കിൽ വീട്ടുകാരൊക്കെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ച് അതിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. അവർക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിലും അതിലേക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ബാലൻസിങ് ഇല്ലായാണ്. നിങ്ങളുമായിട്ടുള്ള ബാലൻസിങ് ഇല്ലായ മാത്രമല്ല, വീട്ടുകാരുമായിട്ടോ സാഹചര്യങ്ങളുമായിട്ടോ നിങ്ങളോട് ഒത്തുപോകാൻ കഴിയാത്തൊരു സമയമായിട്ടാണ് ഇവിടെ ടെമ്പറൻസ് കാണിച്ചിരുന്നത്. ഇനി പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ തന്നെ ബാലൻസിങ് ഇല്ലാതെ വരുമ്പോഴും ഇത് വരും. 2 പേർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2 വ്യക്തികളാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, വഴക്കുണ്ടാവുക, ഒരാളെ മനസ്സിലാക്കാതാവുക, എത്ര പറഞ്ഞാലും തലേ കയറില്ല എന്നൊക്കെ പറയില്ലേ നമ്മളെ, അതുപോലുള്ള ഒരു ബാലൻസിങ് ഇല്ലായാണ് ടെമ്പറൻസ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ സമാധാനത്തിൻ്റെ ദൂതനാണ് വന്നിരിക്കുന്നത്. 2 പേരോടും പറയുന്നു നിങ്ങൾ ഇത്തിരി സംയമനം മാത്രം പാലിച്ചാൽ മതി, അതിനുശേഷം നിങ്ങൾ ഒന്നാവുമെന്നാണ് പറയുന്നത്. അതിന് നിങ്ങളോട് പറയുന്നു മനസ്സൊന്ന് ഓക്കെ ആക്കാനാണ് പറയുന്നത്. ഇങ്ങനെ ഡിപ്രഷൻ അടിക്കാതിരിക്കുക, ഒന്ന് ശാന്തമായി ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് മറുപുറത്തിരിക്കുന്ന ആൾ പറഞ്ഞത് മനസ്സിലാവും. അതിൻ്റെ ഒരു കുഴപ്പമാണ് ആദ്യത്തെ കാർഡ് കാണിക്കുന്നത്. ഈ സമയത്താണ് ഡെവിൾ കയറുന്നത്. മനസ്സ് നെഗറ്റീവ് അടിക്കുമ്പോൾ ഡെവിൾ കയറുമെന്നാണ്, ഡെവിൾ അവസാനം വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നന്നല്ലാത്ത തീരുമാനങ്ങൾ എടുക്കും. പങ്കാളിയെ വേണ്ടെന്ന് വരെ വെക്കാൻ തോന്നിപ്പിക്കുന്ന ആളാണ് ഡെവിൾ. അത് മനസ്സിലേക്ക് കയറി കൂടിയാൽ മതി. അപ്പോൾ ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് സാത്താൻ വന്നു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ സാത്താൻ എടുക്കുന്ന തീരുമാനങ്ങളാവില്ലേ, അതിലേക്ക് പോവാതിരിക്കൂ എന്നാണ് ആദ്യം തന്നെ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ സംയമനം പാലിക്കൂ എന്നാണ് ടെമ്പറൻസ് പറയുന്നത്. വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ പങ്കാളിയെ മനസ്സിലാക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് ശാന്തമായി ചിന്തിക്കാനും മനസ്സൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുമാണ് പറയുന്നത്. അടുത്ത കാർഡ് 4 ഓഫ് വാണ്ടാണ്. അത് കുറച്ച് കള്ളത്തരമുള്ള ആളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പങ്കാളി ഡ്രാമ കളിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ് ഓൺലൈൻ വഴിയൊക്കെ പരിചയപ്പെട്ട ആളുകളാണെങ്കിൽ, ഇവിടെ അങ്ങനത്തെ കാർഡ് വന്നിട്ടില്ലെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നതെങ്കിൽ അവർക്ക് കുടുംബമുണ്ടെന്നാണ്. അപ്പം അത് തരികട കാണിക്കുകയാണ്. നിങ്ങളെ നഷ്ടമായാലോ എന്ന് വിചാരിച്ച് പറയാത്തതാവും. ഇനി വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ച് വിവാഹത്തിനോട് അടുത്തു എങ്കിലും നിങ്ങളോട് പറയാതിരിക്കുന്നതും ഒരു കള്ളത്തരാണ് അല്ലേ. അവിവാഹിതരാണെങ്കിൽ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട്.
ഇതുമല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിച്ചാലും എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാവും നിങ്ങൾക്ക് തന്ന വാക്കുകൾ. എന്നാൽ അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. വീട്ടുകാരുടെ തീരുമാനമേ നടക്കൂ. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവർ കാണിക്കുന്നത് തരികടയാണ് അല്ലേ. ഞാൻ പറയുന്നത് എടുക്കില്ല, അവരുടെ തീരുമാനത്തിന് ഞാൻ നിൽക്കേണ്ടി വരും എന്നതാണ് ഈ വ്യക്തിയുടെ ഒരു അവസ്ഥ എങ്കിൽ നിങ്ങളോട് കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ 4 വാണ്ട് കാണിക്കുന്നത്. അപ്പൊ വീട്ടുകാരുടെ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന്റെ ഇടയിൽ പെട്ടിട്ടുള്ള ഒരാളെയാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ജോലി ഉണ്ടാവില്ല. നല്ല സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഉണ്ടാവില്ല. ഇനി 2 ജാതി ആയിരിക്കാം, അത് പറഞ്ഞിട്ടുണ്ടാവില്ല. 2 മതമായിരിക്കാം. അപ്പൊ ആ വ്യക്തിയുടെ മുഴുവനായിട്ടുള്ള സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് 4 ഓഫ് വാണ്ട് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കപടമുഖം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ അവരുടെ കപടമുഖവും നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് എങ്കിലും ഇങ്ങനെയുള്ള ചില കള്ളത്തരങ്ങൾ, അത് സാഹചര്യങ്ങളെയാണ് ഇയാൾ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത്, സ്നേഹത്തിനെ അല്ല. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായ സ്നേഹമാണ്. അത് നഷ്ടമാവൂ എന്നുള്ള പേടി കൊണ്ട് കാണിക്കുന്ന കള്ളത്തരങ്ങളും തരികടകളുമാണ് 4 വാണ്ട് കാണിക്കുന്നത്. ഇനി വന്നിരിക്കുന്നു 4 ഓഫ് പെൻറ്റക്കിൾ. നിങ്ങളെ നഷ്ടമാവുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ വയ്യ. സ്വാർത്ഥമായ പ്രണയമാണ്, അസൂയ കലർന്ന പ്രണയമാണ്, ഭയങ്കരമായ കൺട്രോൾ ഇഷ്യൂ ഉണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു സ്വഭാവം ഈ വ്യക്തിക്കുണ്ട്. നിങ്ങളെ നഷ്ടമാവൂ എന്നുള്ള പേടി ഈ വ്യക്തിക്കുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ എന്നുള്ള പേടിയുണ്ട്. അപ്പം അവരെന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞ് ബലിപ്പിച്ചതൊക്കെ കള്ളത്തരങ്ങളാണ്, അത് അറിഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട്. ഇനി ഈ വ്യക്തിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോ ധനക്കൊതിയുള്ള ആൾക്കാരാണ്, ദുരാഗ്രഹമുള്ള ആൾക്കാരാണ്, അത്ര വേഗം ഒരാളെ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്, കുറച്ച് പിടിവാശികളും ഭരിക്കുന്ന സ്വഭാവവും. മകനാണെങ്കിലും മകളാണെങ്കിലും അവരെ ഞങ്ങളല്ലേ കൺട്രോൾ ചെയ്യേണ്ട എന്നുള്ള അഹങ്കാരമുള്ള ആൾക്കാരാണ്. ഡെവിൾ എനർജിയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒന്നാവുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ഒരുപക്ഷെ 2 കുടുംബമുള്ളവരാണെങ്കിൽ പങ്കാളികളായിരിക്കാം ഇങ്ങനെ, അവരുടെ ധനത്തിനോട് മാത്രം ഇഷ്ടം, അവരെ സ്നേഹിക്കാതിരിക്കുക. അത്തരം ആൾക്കാരാണ് മറ്റൊരു ബന്ധത്തിൽ പോയി പെടുന്നത്. ധനം വേണം, അവരുടെ കൺട്രോളും ഇവരുടെ കയ്യിലായിരിക്കും, എന്നാൽ ഇത്തിരി സ്നേഹം കൊടുക്കുന്നുണ്ടാവില്ല. ഇവരെ എപ്പോഴും മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. കുത്തുവാക്ക് പറഞ്ഞിട്ടും പ്രവൃത്തി കൊണ്ടും പങ്കാളിയിൽ നിന്ന് ഒരു സ്നേഹവും കിട്ടാത്ത ആളാണെങ്കിലും 4 ഓഫ് പെൻറ്റക്കിൾ വരും. അപ്പോൾ ഇതിലേതാ നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയൂ. ഇവർക്ക് ഇതെന്നൊക്കെ ഇട്ടെറിഞ്ഞ് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം കളഞ്ഞ് നിങ്ങളിലേക്ക് സമാധാനമായിട്ട് വരണം, മാനസിക സമ്മർദ്ദമില്ലാതെ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കണം, നിങ്ങളുമൊത്ത് മുന്നോട്ട് പോകണം, നിങ്ങളോടൊപ്പം ഒരു കുടുംബജീവിതം വേണം, ഇങ്ങനെയൊക്കെ അവർ സ്വപ്നം കാണുന്നുണ്ട്. എന്നാൽ കളയാൻ പറ്റാത്തതാണ് അപ്പുറത്തിരിക്കുന്നതെല്ലാം. കുടുംബത്തിനെ കളയാൻ പറ്റില്ലല്ലോ, ഇനി പങ്കാളികളുണ്ടെങ്കിൽ കളയാൻ പറ്റില്ലല്ലോ, അവരുടെ അവസ്ഥകൾ നേരാക്കാൻ പറ്റില്ലല്ലോ. ജോലി ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ജോലി എന്നുള്ളതൊക്കെ സ്വപ്നമായി മാറുക, കയ്യിൽ പണമില്ലെങ്കിൽ അത് സ്വപ്നമായി മാറുക, 2 സമുദായമാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മാറ്റിക്കളയാൻ പറ്റുമോ? അങ്ങനെ തിരുത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളിലാണ് ആ വ്യക്തി കുടുങ്ങിക്കിടക്കുന്നത്. എങ്കിലും എപ്പോഴും നിങ്ങളുടെ വിരഹമാണ് അവർ അനുഭവിക്കുന്നത്. ഉപേക്ഷിക്കേണ്ടി വരുമെന്ന തോന്നൽ അവർക്ക് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ആൻഡ് ഓഫ് ബന്ധമാണ്. കുടുംബമുള്ളവരാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ചെയ്ത അസൂയ കലർന്ന കുടുംബമാണ് കൂടെ ഉള്ളത്. അവർക്ക് സ്നേഹം കൊടുത്തില്ലെങ്കിൽ അവരെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്ന, എപ്പോഴും അവരെ ഭരിക്കുന്ന ഒരു കുടുംബമാണ്. എപ്പോഴും അവരുടെ കണ്ണിന് മുന്നിലാണ് ഇവർ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി കൺട്രോൾ ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ സിംഗിളായ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആണെന്നിരിക്കട്ടെ, കല്യാണം കഴിയാത്തവർ, അവർക്കും ഇവരുടെ നിയന്ത്രണം എപ്പോഴും ഉണ്ട്. അവരുടെ കണ്ണെപ്പോഴും ഇവരുടെ മേലാണ്. അപ്പോൾ അങ്ങനെ ഓപ്പണായി പെരുമാറാനോ അവരാഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് സ്നേഹം തരാനോ കഴിയുന്നില്ല. വല്ലപ്പോഴും ഒരു സാഹചര്യം കിട്ടുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ വാക്കുകൾ തരുന്നുണ്ട്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തവരാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർക്ക് വിരഹമാണ് എന്ന് പറയുന്നത്. ആ സമയത്ത് വളരെയധികം ഡിപ്രഷൻ അടിക്കുന്നുണ്ട്. എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്ന് പോലും തോന്നുന്നുണ്ട്. വിയോഗമാണ് ഇവിടെ പറയുന്നത്. 5 കപ്പ്. സത്യം പറഞ്ഞാൽ ആ വ്യക്തി വളരെയധികം നിങ്ങൾക്ക് വേണ്ടി ഡിപ്രഷൻ അടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരെ കൺട്രോൾ ചെയ്യുന്ന ആരോട്
അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ, എന്നാൽ നേടാനും കഴിയില്ല, എന്നാൽ സ്നേഹം മനസ്സിൽ നിന്ന് പോകുന്നുമില്ല. അതുപോലുള്ളൊരു അവസ്ഥയാണ് 5 കപ്പ് കാണിച്ചിരുന്നത്. എപ്പോഴും ഇങ്ങനെ സങ്കടമാണ്, നിങ്ങളെ നേടാൻ കഴിയാത്തതിൻ്റെ, മറ്റുള്ളവരെ എതിർക്കാൻ കഴിയാത്തതിൻ്റെ. അങ്ങനെ ഒരു ത്രിശങ്കു സ്വർഗത്തിലിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ വ്യക്തി അത്ര അങ്ങ് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല. കള്ളത്തരം പറയുന്നുണ്ട്, നിങ്ങളോട് കുറേ കള്ളങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളെ നഷ്ടമാവാതിരിക്കാനുള്ള കള്ളങ്ങളാണ്. നിങ്ങളുടെ മേൽ അമിതമായി കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയണം. നിങ്ങൾ മറ്റാരെങ്കിലുമായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് പോലും അവർ സ്പൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ നിസ്സഹായരുമാണ്. അതാണ് 5 കപ്പ് പറയുന്നത്. നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നിങ്ങളെ നഷ്ടമാവാൻ പാടില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും സ്നേഹിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള സ്വാർത്ഥമായ ചിന്തകൾക്കിടയിലും ഒരു തടവിലായ അവസ്ഥയാണ് അവരുടേത്. അങ്ങനെ രണ്ടിനും പറ്റാത്തൊരു സങ്കടത്തിനെയാണ് 5 കപ്പ് കാണിച്ചു തരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. കുറച്ച് തണ്ട് കൂടുതലാണ്, ദേഷ്യം കൂടുതലാണ്, നിങ്ങളെ എപ്പോഴും ഭരിക്കുന്ന സ്വഭാവമാണ്, അടിമപ്പെടുത്തുന്ന സ്വഭാവമാണ്. അല്ലെങ്കിൽ അവരെ അടിമപ്പെടുത്തുന്ന വീട്ടുകാരായിരിക്കാം, പങ്കാളികളുണ്ടെങ്കിൽ അവരായിരിക്കാം. അതാണല്ലോ 4 ഓഫ് പെൻഡക്കൽ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഭരിക്കുന്ന സ്വഭാവമായിരിക്കാം. അവർ പറയുന്നത് കേൾക്കണം, ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണ്ട, എവിടെ പോകണം, എവിടെ പോകണ്ട, ഇങ്ങനെയൊക്കെ അവരെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും 6 വാണ്ട് വരും. പിടിവാശിക്കാരനാണ്, ആവശ്യമില്ലാതെ ശാഠ്യം പിടിക്കുന്ന ആള്. അങ്ങനെയുള്ളൊരു പങ്കാളിയാണ് നിങ്ങളുടേതെങ്കിൽ 6 വാണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ അവരെ ആയിരിക്കാം വീട്ടുകാരോ അല്ലെങ്കിൽ പങ്കാളിയോ ഇങ്ങനെ നിയന്ത്രിക്കുന്നുണ്ടാവുക. അപ്പോൾ സാഹചര്യം പോലെയൊക്കെ ആ മെസ്സേജ് എടുക്കുക കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നതെല്ലാം 2 എന്ന നമ്പറാണ്. 2 കപ്പാണ്, ടെമ്പറൻസ് ആണ്, 2 പെൻഡക്കളാണ് അല്ലേ. ഒരുപാട് 2 വന്നതുകൊണ്ട് തന്നെ 2 തട്ടിലാണ് നിങ്ങൾ. ഒരിക്കലും ഒന്നാവാൻ കഴിയാത്ത 2 ധ്രുവങ്ങളിലാണ്. അപ്പം സ്നേഹത്തിന് ഇതൊന്നും അറിയില്ല അല്ലേ. മനസ്സുകൾ തമ്മിൽ ചേരുമ്പോൾ നമുക്ക് അടുക്കാൻ പറ്റില്ല എന്നോ, നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നോ, ഇതൊന്നും മനസ്സ് സമ്മതിച്ച് തരുന്ന കാര്യമല്ല. നമ്മുടെ കണ്ണിന് ഇഷ്ടമായ, മനസ്സിന് ഇഷ്ടമായ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങും. ആ സ്നേഹം കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് നമ്മൾ ആ സമയത്തൊന്നും ചിന്തിക്കുന്നേ ഇല്ല. എന്നാൽ നിങ്ങൾ ഒരുപാട് അന്തരങ്ങളുള്ളവരാണ്. 2 ഇവിടെ വന്നിരിക്കുന്നത്. ഓൺ ആൻഡ് ഓഫ് ബന്ധമായിരിക്കും. ടെമ്പറൻസ് എന്നാണ് തുടങ്ങിയത് അല്ലേ. അത് 2നെയാണ് കാണിക്കുന്നത്, 2 കപ്പിനെയാണ് കാണിക്കുന്നത്. ഒരാൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന മറ്റൊരാൾക്ക് പകരേണ്ടി വരും എന്ന് തന്നെയാണ് ടെമ്പറൻസ് തരുന്ന സന്ദേശം. അത് തന്നെയാണ് 2 ഓഫ് പെൻഡക്കൽ തരുന്ന സന്ദേശം. അത് തന്നെ റിപ്പീറ്റായി വന്നിരിക്കുന്ന 2 കപ്പില്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ അല്ലാതെ മറ്റൊരാളെ വിവാഹം ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന കാർഡാണ് 2 പെൻഡക്കൽ, 2 കപ്പ്, ടെമ്പറൻസും. അതാണ് നിങ്ങളുടെ യോഗം. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ ചില ആളുകൾക്ക് പ്രാർത്ഥിച്ചാലോ വഴിപാട് ചെയ്താലോ ഒക്കെ, അല്ലെങ്കിൽ യോഗമുണ്ടെങ്കിൽ ഒരു 50% സാധ്യത ഉണ്ടെങ്കിൽ ബാക്കി നമ്മളുടെ പ്രാർത്ഥനയിലൂടെ നടക്കാൻ സാധ്യതയുണ്ട്. വീട്ടുകാരുടെ എതിർപ്പൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതിന് ഒരു 50% സാധ്യത വേണം. ഇനി കുടുംബമുള്ളവരാണെങ്കിൽ സാധ്യതയില്ല, 2 സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ സമ്മതിക്കില്ല. അതുപോലെ നിങ്ങളെ അകറ്റി നിർത്തുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പിന്നെ നടക്കുന്നത് നമ്മൾ പറയുന്നില്ല. ഇവിടെ 2 തട്ടുകളാണ് കാണുന്നത്, 2 വഴികളാണ് കാണുന്നത്. ഒന്നിക്കാൻ പറ്റാത്ത ആളുകളെയാണ് കാണുന്നത്. 1 എന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്, 2 എന്നാണ്. അപ്പോൾ 2 പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് ബന്ധമായിരിക്കും, അല്ലെങ്കിൽ കിട്ടാത്ത ഒരാളായിരിക്കാം, അടഞ്ഞ വാതിലുകളായിരിക്കാം, 2 മുഖമായിരിക്കാം. ഈ വ്യക്തിക്ക് 2 മുഖമുണ്ടല്ലേ. വീട്ടുകാർ കാണിക്കുന്ന ഒന്നും നിങ്ങളെ അറിയിക്കുന്നില്ല, നിങ്ങളോട് സ്നേഹം മാത്രമേ കാണിക്കുന്നുള്ളൂ. അവരെ മറ്റൊരാളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ, അല്ലെങ്കിൽ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത് വരെയും നിങ്ങളെ ഇങ്ങനെ മോഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതൊരു നെഗറ്റീവ് സ്വഭാവമാണ് അല്ലേ. ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര വിഷമം ഉണ്ടാവില്ല. നമ്മൾ സ്വപ്നം കണ്ടതുപോലെയോ നമ്മൾ വിചാരിച്ചതുപോലെയോ ഒന്നാവാൻ കഴിയില്ല എന്ന് പറയുന്നൊരു നിമിഷം ആദ്യം തന്നെ ഉണ്ടായാൽ നമ്മൾ ഇത്രമേൽ അടുക്കില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളെ മോഹിപ്പിച്ച് തരികട കാണിച്ച് 2 മുഖവുമായിട്ട് നടക്കുകയാണ് ആ വ്യക്തി. ഉള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നില്ല, പൊയ്മുഖമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരേ ഒരു കാരണം നിങ്ങളെ നഷ്ടമാവരുത് എന്ന സ്വാർത്ഥമായ ചിന്തയാണ്. ഇവിടെ ഡെവിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. മുജന്മ ബന്ധമൊക്കെയാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഒരു 90% ഇവിടെ കാണുന്നില്ല. അതാണ് ഞാൻ 2നെ ഇവിടെ എടുത്തിടാൻ കാരണം. ഇനി 2 എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വയസ്സ് കൂടുമ്പോഴാണ് ഈ 2 വരുന്നത്. ആണുങ്ങളെക്കാൾ പ്രായം കൂടിയ സ്ത്രീകൾ, അവരെ പ്രണയിക്കുന്നവര്, 2 കുടുംബത്തിലിരിക്കുന്നവരൊക്കെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവനവനേക്കാൾ പ്രായം കൂടിയ ലേഡികളെ പ്രണയിക്കുക. എന്നാൽ അവിവാഹിതർ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, വീട്ടുകാർ സമ്മതിക്കില്ല. അപ്പോൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് വേണം പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ. മറ്റുള്ളവർ കൂടി അംഗീകരിക്കുന്ന ഒരാളെ വേണം സ്നേഹിക്കാൻ. ഇവിടെ നടക്കില്ല എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പ്രായ കൂടുതൽ കാണുന്നുണ്ട്,
സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻഡാവുന്ന ബന്ധമാണ്. രണ്ട് വഴികളാണ്, നിങ്ങൾക്ക് തടസ്സങ്ങളാണ്, നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞ വാതിലുകളാണ്. അത് വീട്ടുകാരടച്ച വാതിലല്ല, ഇത് പ്രപഞ്ചം അടച്ച വാതിലാണ്. എന്നിട്ട് നിങ്ങൾ അതിനേക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നു. ഡെവിൾ എനർജി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവായ തീരുമാനങ്ങൾ എടുക്കാൻ തോന്നുന്നുണ്ട്. ഇത് തീരുമാനം എന്ന് പറഞ്ഞാൽ എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്ന് ചില സമയത്തൊക്കെ തോന്നുന്നുണ്ട്. ഒരുപാട് കള്ളം പറഞ്ഞിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എങ്കിലും ആ വ്യക്തി അത്രയേറെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. തടസ്സങ്ങളില്ലാന്നോ, നിങ്ങൾ ഒന്നായി ജീവിക്കുമെന്നോ, നിങ്ങൾക്ക് എല്ലാ എതിർപ്പിനെയും അവഗണിച്ച് വിവാഹം കഴിക്കാൻ പറ്റുമെന്നോ എന്നൊന്നുമല്ല ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് വഴികൾ തന്നെയാണ്. രണ്ട് ഭാഗത്തിരുന്ന് സ്നേഹിക്കാൻ യോഗമുള്ളവരാണ്. ഒന്നാവാൻ ഒരു 10% പേർക്ക് കഴിയും, വിവാഹ നിശ്ചയം, വിവാഹം. എന്നാൽ ബാക്കിയുള്ളവർ അകന്നു നിന്ന് പ്രണയിക്കേണ്ടവരാണ്. സാഹചര്യങ്ങൾ വിപരീതമാണ്. അത് കാരണം അലഞ്ഞു തിരിയുന്നവരാണ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരാളെ നേടാൻ കഴിയില്ലെങ്കിൽ പിന്നീട് നമുക്കൊരു ലക്ഷ്യബോധമില്ലാതെ വേണം, മനസ്സിങ്ങനെ അലഞ്ഞു തിരിയാൻ തുടങ്ങുകയാണ്. അവർ കൂടെ ഉള്ളപ്പോഴാണ് നമ്മൾക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാവുന്നത്. ഞാൻ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുള്ള ആളാണ് എന്ന് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് തരാൻ പ്രപഞ്ചം തീരുമാനിച്ചതാണെങ്കിൽ മുജ്ജന്മത്തെ കർമ്മത്തിന്റെ ഫലം കൊണ്ട് നിങ്ങൾ ഒന്നിച്ചു തന്നെ താമസിക്കണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വഴി തെളിഞ്ഞു കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സ്നേഹിക്കണ്ട, മുജ്ജന്മത്തെ ആ ആത്മബന്ധം കൊണ്ട് നിങ്ങൾ സ്നേഹിച്ചു പോയാൽ നിങ്ങൾക്ക് ദുഃഖമാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് പല അടയാളങ്ങളും കാണിച്ചു തരും. നിങ്ങൾ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒന്നാവാൻ യോഗമില്ല. ഏതെങ്കിലും ഒരു ജന്മം ഒന്നാവുമായിരിക്കാം. അതിന് നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ടി വരും. ഈ തടസ്സങ്ങളെല്ലാം നിങ്ങളെ അകറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് അത് നമുക്ക് വാക്ക് തരാൻ പറ്റില്ല. ഒരാൾ ഒരാളുടേതാവണം എന്ന്. ഇനി സ്നേഹിക്കാതെ അടി കൂടിയിട്ട് രണ്ട് മനസ്സായിട്ട് ഒരു കുടുംബത്തിൽ കഴിയേണ്ടി വരുന്നത് പോലും നിങ്ങളുടെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാരും ചെയ്യുന്ന തെറ്റോ ശരിയോ അല്ല. നിങ്ങളുടെ യോഗം പോലെയാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്നാവാനും നിങ്ങളിൽ സന്തതികൾ ജനിക്കാനും യോഗമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ രണ്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ 10% പേര് ഒന്നാവുമെന്ന് 2 കപ്പ് പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം, വിവാഹം. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻഡാവും എന്ന നെഗറ്റീവ് മെസ്സേജ് കൂടി തരുന്നത് 2 കപ്പാണ്. അപ്പോൾ ഓൺ ആൻഡ് ഓഫ് ബന്ധമായിരിക്കും. അടഞ്ഞ വാതിലുകളാണ്. ഡെവിൾ എനർജി ആ സമയത്തൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന തോന്നലുണ്ടാവുന്നുണ്ട്. അലഞ്ഞു തിരിയുന്നുണ്ട്. ഡെവിൾ എനർജി മുഴുവനായി മനസ്സിനെ കീഴടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഇല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അലഞ്ഞു തിരിയുന്ന ആളായിട്ടാണ് അവരെ കാണിച്ചു തന്നിരിക്കുന്നത്. അവർ പിന്നെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം മാറുമെന്നും നിങ്ങളെ നഷ്ടമാവില്ല എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര വിരഹമാണ്, ചില സമയത്ത് അടിമപ്പെടുത്തണം, എൻ്റെ മാത്രമാക്കണം, വേറെ ആരെയും സംസാരിക്കാൻ പോലും സമ്മതിക്കരുത്, എൻ്റെ മാത്രമാണ്, ഇങ്ങനെ സ്വാർത്ഥമായി ചിന്തിക്കുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് കിട്ടില്ല, നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്നുണ്ട്. ചില സമയത്ത് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം ഫീലിങ്സ് കൂടിയാണ് വന്നിരിക്കുന്നത്. എല്ലാറ്റിൻ്റെ പിറകിലും ഒന്ന് മാത്രമാണ് ഇവിടെ കാണുന്നത്, നിങ്ങളോടുള്ള അമിതമായ സ്നേഹം. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾക്കറിയാം അവരെന്തൊക്കെയോ കള്ളത്തരം പറയുന്നുണ്ട്. ഇടയ്ക്ക് വന്ന് സ്നേഹിച്ചു പോകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഒന്നും അവരെ കയ്യിൽ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാണെങ്കിൽ കുടുംബമുണ്ട്, അല്ലെങ്കിൽ അവിവാഹിതരാണെങ്കിൽ ജോലിയില്ല, അതുമല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അതുമല്ലെങ്കിൽ വീട്ടുകാർ മറ്റൊരാളെ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്, അത് വിവാഹത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറയ്ക്കാൻ പാടുപെടുകയാണ് അവർ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ അവരെ കിട്ടാനുള്ള സാധ്യത 90% ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അവർ അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിലെ പങ്കാളി. ഇതാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഡെവിളാണ് നിൽക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെയാണ് ഇവിടെ കാണുന്നത്. ഡെവിൾ എന്ന് പറഞ്ഞാൽ അവരെ ചതിക്കുഴിയിൽ പെടുത്തുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചതിയിൽ വീഴ്ത്തിയിരിക്കുക. മനഃപൂർവ്വമല്ല, നിങ്ങളോടുള്ള ആ ആത്മബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാഹചര്യം അനുകൂലമല്ല എന്നാണ് ഇന്നിവിടെ കാണുന്നത്. എങ്കിലും ഒരു 50% പേർക്ക് ഓക്കെ ആവുമെന്ന് പറയുന്ന കാർഡാണ് പേജ് പെന്റക്കിൾ. ഇതെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് ഒന്നാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതിന് അർഹരായവരാണെങ്കിൽ അതിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന കാർഡാണ് പേജ് ഓഫ് പെന്റക്കിൾ. സ്വപ്ന സാക്ഷാത്കാരമാണ്. ചില
ആളുകൾക്ക് പുതിയ ബന്ധത്തിലേക്ക് പോണ്ടി വരും എന്നുകൂടി പേജ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നുണ്ട്. അതാണ് ഞാൻ 50% എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിച്ച ആൾ തന്നെ നിങ്ങളെ സ്വീകരിക്കണമെങ്കിൽ ഒരു 50% സാധ്യത ഇവിടെ കാണുന്നുള്ളൂ. നെഗറ്റീവായ മെസ്സേജുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരൊന്നും ആയിരിക്കില്ല. രണ്ട് കുടുംബത്തിൽ നിന്ന് പ്രണയിക്കുന്നവരുണ്ടാവും, കിട്ടില്ല എന്നറിഞ്ഞ് രണ്ട് മതമായിട്ട് പ്രണയിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പങ്കാളിയെ കിട്ടില്ല എന്നല്ലേ. അപ്പൊ ഇത് ആരാ കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ തടസ്സങ്ങളും 2 എന്നുള്ളതുമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് ഒന്നാണ്, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇന്നത്തെ റീഡിങ്ങിൽ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജുകൾ കൂടി നോക്കാം. വീട്ടുകാർ സമ്മതിക്കാതെ കല്യാണം കഴിച്ചവരെയാണ് ആദ്യം കാണിച്ചു തന്നിരിക്കുന്നത്. അർജുനനും സുഭദ്രയും തട്ടിക്കൊണ്ടുപോയതാണ് അർജുനൻ. സെപ്പറേഷൻ ആവുന്നവരെയും കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെന്ന്. സീതയും രാമനും ഓർമ്മകൾ മാത്രമായി ഇരിക്കുന്നവരുമുണ്ട്. ആ ഓർമ്മകളെ താലോലിച്ചിരിക്കുന്ന രാധയാണ്. അവരും ഒന്നായി ജീവിച്ചവരല്ല, ഒന്നാവാൻ കഴിയാത്തവരാണ് അല്ലെ. നിത്യകാമുകിയാണ്. അപ്പൊ നിത്യകാമുകിയെ ഇവിടെ കണ്ടു, വിവാഹം ചെയ്ത് വേർപിരിഞ്ഞവരെ കണ്ടു. വീട്ടുകാർ ഭയങ്കര എതിർത്തിട്ടും വിവാഹം ചെയ്ത ദമ്പതികളെ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ഇതിലേതാ നിങ്ങളുടെ സാഹചര്യം എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ 3 കൂട്ടരെയും ഇവിടെ മെസ്സേജിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചു തന്നത്. നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇത് നോക്കാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് സ്ത്രീകളുടെ അമിത ആർത്തവം, ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകളാണ്. അമിത മദ്യപാനം, കരൾ രോഗം പറയുന്നുണ്ട്. മൂത്രാശയ രോഗങ്ങള്, അണുബാധ പറയുന്നുണ്ട്. മഞ്ഞപ്പിത്തം പറയുന്നുണ്ട്. കടുത്ത തലവേദന, തലച്ചോറിൽ നീർക്കെട്ട് പറയുന്നുണ്ട്. ബാക്ക് പെയിൻ പറയുന്നുണ്ട്. ദഹനക്കേട്, വോമിറ്റിങ്, ഫുഡ് അലർജി പറയുന്നുണ്ട്. നാഡീസംബന്ധമായ അസുഖങ്ങളും പറയുന്നുണ്ട്. ഇനി അമിതമായ ഉത്കണ്ഠ പറയുന്നുണ്ട് കേട്ടോ, വിഷാദ രോഗം. ഇനി കരിയർ വന്നിരിക്കുന്ന എഴുത്തുകാരാണെന്ന് പറയുന്നുണ്ട്. IT മേഖലയാണെന്ന് പറയുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ പറയുന്നുണ്ട്. യാത്രകൾ പറയുന്നുണ്ട്. ഗതാഗതം പറയുന്നുണ്ട്. ഹോട്ടൽ പറയുന്നുണ്ട്. മാധ്യമമാണ് വന്നിരിക്കുന്നത്. അത് ഏതുമാവാം, TV ആവാം, അല്ലെങ്കിൽ റേഡിയോ ആവാം, പത്രമാധ്യമങ്ങളാവാം. അത് വന്നിട്ടുണ്ട്. എഴുത്തുകാർ വന്നപ്പോൾ തന്നെ അതാണ് പറയുന്നത്. ഇനി നമുക്ക് പൊതുവായ കാര്യങ്ങൾ പറയുന്നത്, ചില ദമ്പതികൾ വേർപിരിയാൻ കാത്തിരിക്കുന്നുണ്ട്. ചില ആളുകൾ എത്ര എതിർപ്പായാലും വിവാഹത്തിലെത്തുമെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ ഓർമ്മകളുമായിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് പണം കയ്യിൽ വന്നു ചേരുമെന്ന് പറയുന്നുണ്ട്. സ്വപ്ന സാക്ഷാത്കാരം പറയുന്നുണ്ട്. വീട്, വാഹനം ഇതൊക്കെ വാങ്ങും എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ കേട്ടോ. ഒരു ഡെവിൽ എനർജി ഉണ്ട് നിങ്ങളുടെ കൂടെ. ബ്ലാക്ക് മാജിക് എനർജി ഉള്ള ആളുകളും ഇത് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ സംശയം ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി കേട്ടോ. ഞാൻ പരിഹാരം പറഞ്ഞു തരും. ഹിന്ദുക്കളാണെങ്കിലും അല്ല ഇനി ക്രിസ്ത്യൻ ആണെങ്കിലും പറഞ്ഞു തരും. മുസ്ലിങ്ങളുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറഞ്ഞു തരാം. ബ്ലാക്ക് മാജിക് എനർജി പോകാനുള്ളതേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ സമീപിക്കുക. വാട്സപ്പിൽ വന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേര് പറഞ്ഞെടുക്കുന്ന കാർഡ് വീഡിയോ ആയിട്ട് തന്നെയാണ് തരുന്നത്. 2 മണിക്കൂറിനുള്ളിൽ തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജിലേക്ക് പോകാം. ആ വ്യക്തി വളരെ നല്ലവനാണെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞല്ലോ. പക്ഷേ പ്രശ്നങ്ങളാണ്. കുട്ടികളൊക്കെ ഉള്ള ആളാണോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി? റീകൺസിലേഷൻ ഉണ്ട് കേട്ടോ. ഒരുപക്ഷെ അറിയാഞ്ഞിട്ട് സ്നേഹിച്ച് തുടങ്ങിയതാവും. ഓൺലൈൻ ആണല്ലോ ഇപ്പോൾ വില്ലൻ. നിങ്ങൾക്ക് അർഹത ഉള്ളതാണ് എന്ന് പറയുന്നത്. എന്നാൽ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. പാഷൻ, അഭിനിവേശം ഉണ്ട്. ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞത്. റീകൺസിലേഷൻ ഉണ്ട് ചില ആളുകൾക്ക്. ആ വ്യക്തി വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അർഹത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പാഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. കുട്ടികളുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാലാഖ തന്നിട്ടുള്ള മെസ്സേജുകൾ. ഇത് പല ആളുകളുടെ എനർജിയാണ്, നിങ്ങളുടെ മാത്രം കാര്യമല്ല. അതുകൂടി മനസ്സിലാക്കുക. നല്ല മെസ്സേജുകൾ മാത്രം എടുക്കുക. ഇനി അറിയേണ്ടവരും ഉണ്ടാവും. നെഗറ്റീവായി അനുഭവമുള്ളവർക്ക് നെഗറ്റീവായ മെസ്സേജുകളാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം അല്ലേ. അതിനു മുമ്പ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രൈവറ്റ് റീഡിംഗ് എടുക്കുമ്പോൾ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങളുടെ മനസ്സൊക്കെ നേരാക്കി തരാമെന്ന് പറഞ്ഞ് ആയിരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ പോയി പെടാതിരിക്കുക. അപ്പം ഞാനും കൂടി അതിലൊരു തെറ്റുകാരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനിവിടെ കുറേ ദിവസം മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിരുന്നു. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ലവ് യു എന്നാണ് പറയുന്നത് കേട്ടോ. ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടാളുകളുടെ മെൻറ്റാലിറ്റി ആവും. ഒരേ ആളല്ലല്ലോ ഇത് കാണുന്നത്. റീകൺസിലേഷൻ വീണ്ടും വന്നു. അപ്പോൾ ആർ എന്ന അക്ഷരം വന്നു അല്ലേ, ഐ എന്ന അക്ഷരം വന്നു. തേർഡ് പാർട്ടി ഉള്ള ആളുകളുണ്ട് കേട്ടോ. അതാണ് ഡെവിൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടുകാരാവും തേർഡ് പാർട്ടി. മാരേജ് കഴിക്കാൻ പറ്റുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസാനം കിട്ടിയിരിക്കുന്നത്. ഒരാൾക്ക് ഒരാളെ മനസ്സിലാവാൻ വർഷങ്ങളോളം ഒന്നും അവരോട് ഇടപഴകേണ്ട ആവശ്യമില്ല അല്ലേ. ഒരു ദിവസം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചാൽ മതി അവരുടെ ആത്മാർത്ഥത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവും. എന്നാൽ വർഷങ്ങളോളം കഴിഞ്ഞിട്ടും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളും ഉണ്ടാവും. അപ്പം നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ച് എന്താണ് ചിന്ത, അത് ആദ്യം നിങ്ങളൊന്ന് തിരിച്ചറിയുക. എന്നിട്ട് പങ്കാളിയെക്കുറിച്ച് ഇതൊക്കെ കാണുക. അവർ സത്യത്തിലാണ് സ്നേഹിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലൊരു സത്യം ഉണ്ടാവും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഈശ്വരൻ വാഴുന്നുണ്ട്. അവർ നിങ്ങൾക്കൊരു നിർദ്ദേശം തരുന്നുമുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ പറയും അവർ നല്ലതാണോ തെറ്റാണോ എന്നുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോകുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതാണെങ്കിൽ, അവർ നിങ്ങളെ സത്യമായിട്ടാണ് പ്രണയിക്കുന്നത് എങ്കിൽ ഈ പ്രണയം സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പോസിറ്റീവായിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. പണ്ട് സത്യവതിയോട് നാരദൻ പറഞ്ഞു, സത്യവാനെയാണ് പ്രണയിക്കുന്നത് എങ്കിലും അയാൾക്ക് 1 കൊല്ലത്തെ ആയുസേ ഉള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ സത്യവതി പറഞ്ഞു, ഒരു ദിവസമാണെങ്കിലും എനിക്ക് അയാളുടെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തു. അപ്പം കല്യാണം കഴിഞ്ഞിട്ടും 1 കൊല്ലം കന്യകയായി ജീവിച്ചു ആ സ്ത്രീ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ 1 കൊല്ലം പൂജിച്ചു, പ്രാർത്ഥിച്ചു, പിന്നെ കഠിന തപസ് ചെയ്തു. അതിനുശേഷമാണ് കാലനെ അവർ കണ്ടത്. എന്നിട്ടാണ് സത്യവാന്റെ ജീവൻ തിരിച്ചു വാങ്ങിയത്. അതിന് കഴിവുള്ള ആളുകളൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നില്ല. അതുകൊണ്ട് മന്ത്രങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും നമ്മുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റൂ. മറ്റൊരാളെ കൊണ്ടുവന്ന് കയ്യിൽ തരാനൊന്നും കഴിയില്ല. അത് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് പറ്റിക്കപ്പെടാതിരിക്കുക. മന്ത്രങ്ങളും പൂജകളും ഫലമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് ചെയ്യേണ്ടവർ ചെയ്യണം. അമ്പലങ്ങളിലൊക്കെ ചെയ്താൽ അതിന് ഫലമുണ്ട്. എങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ യോഗമുണ്ടെങ്കിൽ മാത്രമാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ പകുതി പ്രതീക്ഷയാണ് എല്ലായിടത്തും തരുന്നുള്ളൂ. അപ്പോൾ ഈ സാധാരണ നമുക്കിടയിലുള്ള നമ്മളെപ്പോലുള്ള ഒരാൾ പൂജ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കൊണ്ടുതരാ എന്ന് പറയുന്ന ആ കള്ളത്തിൽ നിങ്ങൾ വീഴാതിരിക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കിന്ന് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. അതുകൊണ്ട് എനിക്ക് പോലും നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിയാതെ പോയി. അതറിയുന്നത് കൊണ്ടാണ്. അതെന്നെ അറിയിച്ചു തന്നത് ദൈവം തന്നെയാണ്. നീ ഇത് തുടരണ്ട എന്ന് എന്നോട് പറഞ്ഞു. കാരണം അതിൻ്റെ പേരിൽ പറ്റിക്കപ്പെടുന്നുണ്ട് ആളുകൾ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അതിന് ദൈവത്തിന് നന്ദി.